എന്നെ എപ്പോഴും സുന്ദരനായിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ അല്ല ഞാൻ. അപ്പൊ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു ലുക്കിലേക്ക് എത്തുക എന്നുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. എൻ്റെ ഈ പ്രൊഫഷന്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ്. ഈ പാസ്പോർട്ട് എടുത്ത് നോക്കിയിട്ട് എമിഗ്രേഷൻ ഓഫീസർ ഇങ്ങനെ ഇത് നിങ്ങൾ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്കത്. ഇലക്ഷന്റെ ടൈമിൽ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്നു, അപ്പൊ അതിന് താഴെ കമന്റ്, എടാ ഈ ആസിഫലിക്കൊക്കെ മുടിയൊക്കെ പോയി തുടങ്ങി കേട്ടോ, ഫുള്ള് മറ്റേ സൈഡൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ പുരിയല്ലേ ഇപ്പൊ പുരി അത് ഷേവ് ചെയ്ത് കളയാൻ ഭയങ്കര ആവേശം, പക്ഷെ തിരിച്ചു സൂര്യ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അപർണ എനിക്കൊന്നു ധനുഷിന്റെ ആ മൂവിയില് പറഞ്ഞു കൊടുത്തത് അതേ എനർജിയില് ഫടാഫടായിട്ട് പക്കയായിട്ട് ചെയ്തു എന്നുള്ളൊരു സംഭവം. ഈ പറഞ്ഞ മാതിരി ഇപ്പൊ എന്റെ ഫിസിക്ക് ഡിഫറെന്റ് ആയിരുന്നു. അത് പലരും പല രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ചബ്ബിയായിരിക്കുന്നതിന്റെ അതിന്റെ കുറെ പേർക്ക് കിട്ടുന്ന കോൺഫിഡൻസ്, അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാന് 9:30 നമ്മുടെ ഷൂട്ട് കഴിയുക, എന്നിട്ട് ഇക്ക ഒരു 10 മണിയാവുമ്പോ ജിമ്മിൽ പോകും. അമ്മാതിരി ലാസ്റ്റ് ഒരു 7 months ഞാൻ വർക്ക്ഔട്ട് ചെയ്തിരിക്കുകയായിരുന്നു. 6 pack ആക്കി നിൽക്കുന്ന സമയത്താണ് എനിക്ക് ആക്സിഡന്റ് ആയത്. പിന്നെ അതിനുശേഷം പിന്നെ അതിനുശേഷം എനിക്ക് അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 3.5-4 മാസത്തോളം ബെഡ് റെസ്റ്റ് ആയിരുന്നു. അങ്ങനെയല്ല, നല്ല പൊറോട്ടയില് അടിച്ച പൊറോട്ടയിലേക്ക് ചൂട് ബീഫ് കുഴച്ച് തിന്നുന്നതിനെ പറ്റി പറഞ്ഞു. ഉച്ചക്ക് കഴിച്ചാ കേട്ടോ. നമുക്ക് 5 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് സെപ്റ്റംബർ 12 തിയേറ്ററിൽ ഹിറ്റ് ചെയ്യുന്ന മൂവി. അതിൻ്റെ പേര് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്, എന്നെ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന മൂവിയാണ്. സോ വാട്ട് ഇസ് ഇറ്റ് ഓൾ അബൌട്ട്? എന്താണ് ഈ മൂവി? ആസി ആൻഡ് അപർണ, അപ്പു ആൻഡ് ആസി, ഹായ്. ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലേ? നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ചെയ്തൊരു സിനിമയാണ്. അപ്പൊ അതിന്റെ പ്രൊമോഷൻസ് അത് മാക്സിമം ആളുകളിലേക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിന്റെ ക്വാളിറ്റി നമ്മൾ അഷ്വർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മാർക്കറ്റ് ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക, അത് കാണാനുള്ള എന്താണ് ഈ സിനിമ എന്നുള്ളത് നമ്മൾ മാർക്കറ്റ് ചെയ്യുക, അത് കാണാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ആളുകളിലേക്ക് എത്തിക്കുക. അപ്പൊ അതിന് നമ്മൾ നമ്മുടെ സിനിമ ചെയ്യുന്നത് പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആളുകൾക്ക് ഇതിനെപ്പറ്റി എന്താണ് ഈ സിനിമ എന്നുള്ളത് തോന്നലുണ്ടാവും. ഈ പേരെന്താണ്, ഇപ്പൊ കിഷ്കിന്ദ കാണ്ഡം എന്നൊക്കെ വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും, ഇത് പറയാൻ മടിയുള്ള ആളുകളുണ്ടാവും. അപ്പൊ എപ്പോഴെങ്കിലും നമ്മളെടുക്കുന്ന ചാൻസ് അതാണ്. എപ്പോഴെങ്കിലും നമ്മൾ ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയ, TV എവിടെയെങ്കിലും കയറുന്ന ഒരാൾക്ക് ഒരു ഗ്ലിംസ്, ഒരു കിട്ടിക്കഴിഞ്ഞാൽ അത് അല്ലേ. അപർണ പറയൂ, ഇതിൽ എന്താണ് പരിപാടി? ഇതില് What you're doing in the movie? ഇതിലത്തെ character. It's actually very simple. Like ഇതിലെല്ലാ characters, if you actually look at it, simple human lives ആണ് കാണിക്കുന്നത്. പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി, ദാറ്റ് വൾണറബിലിറ്റി എല്ലാം ഭയങ്കര ഭംഗിയായിട്ട് കാണിക്കുന്ന ഒരു സിനിമയാണ്. ആൻഡ് മൈ ക്യാരക്ടർ is his wife. അത് ഒരു പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് പോകുന്ന വീട്ടിലുള്ള ഒരു കുറെ നമുക്കുണ്ടാവുന്ന കുറെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് അവർ ഹൗസ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറെ ക്യൂരിയോസിറ്റിയും കാര്യങ്ങളും അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്നതും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ബട്ട് റിയലി നൈസ്. എന്താ ഭയങ്കര എൻ്റെത് കുറച്ചും കൂടെ ഓഡിയൻസ് പെർസ്പെക്റ്റീവിലുള്ള ഒരു ക്യാരക്ടറാണ്. ഓഡിയൻസിനുള്ള അതേ ഡൗട്ട്സ് തന്നെയാണ് എനിക്കും ഉള്ളത് മിക്കപ്പോഴും സിനിമയിൽ. അപ്പം അങ്ങനത്തെ ഒരു വെരി നൈസ് ക്യാരക്ടർ. അത് talks a lot about human beings and their vulnerabilities and situations and all that. ഈ ആസി ക്യാരക്ടേഴ്സിനെ പറ്റി പറയുമ്പോൾ ആസിയുടെ ഒരു സ്പെഷ്യാലിറ്റി, കുറേ ആൾക്കാർ കുറേ ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിലും ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ലുക്സ് കുറേ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഓരോ ക്യാരക്ടേഴ്സ് നോക്കുമ്പോഴും. അത് ചിലപ്പോൾ ഇപ്പം ഡയറക്ടേഴ്സ് ഡിമാൻഡ് ചെയ്ത് ചേഞ്ച് ചെയ്തതാവാം. അതല്ലാതെ ആസി തന്നെ ഒന്ന് സെൽഫ് ഡിസൈൻ കംപ്ലീറ്റ്ലി ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു സജഷൻ കൊടുത്ത് യെസ് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞൊരു ട്രാൻസ്ഫോർമേഷൻ ഏതായിരിക്കും, ഏത് മൂവിയിലായിരിക്കും? കാരണം ഇപ്പം റീസെൻ്റ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ പല ഗെറ്റപ്സിൽ ആസി വരുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതെ, അത് ഡിഫറെൻ്റ് ആണ്. പിന്നെ മഹാവീർ അത് ഡിഫറെൻ്റ് ആണ്. പിന്നെ എനിക്ക് വർഷങ്ങൾക്ക് ശേഷത്തിനകത്തെ ഒരു പ്രത്യേകത, അത് എനിക്ക് തോന്നുന്നു ആരും ആ ഒരു ലുക്സിനെ പറ്റി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ ഒബ്സർവ് ചെയ്തത് ഒരു കംപ്ലീറ്റ് അച്ചായൻ പരിപാടിയില്ലേ, വേറെ ബോധറേഷനും പരിപാടികളൊന്നുമില്ല. ആ ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്ത് ആ സോൾട്ട് ആൻഡ് പെപ്പറൊക്കെ വെച്ച് ആ സ്റ്റൈലും അതും ആക്ച്വലി ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി.
സോ അപ്പോൾ അങ്ങനെ സെൽഫ് ഡിസൈൻ ചെയ്തൊരു ക്യാരക്ടർ. എന്ന് പറഞ്ഞാൽ എന്റെ നമ്മൾ വന്നപ്പോ ഞാൻ ഒരു കഥ എന്റെ അടുത്ത് പറയുമ്പോൾ ആ ക്യാരക്ടറിനെ പറ്റിയിട്ടാണ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തു തരിക. അപ്പൊ അതിന്റെ ഒരു ലുക്സിനെ പറ്റി പറയും, ഇയാൾ ഇങ്ങനെ ഒരാളാണ്, ഇയാളുടെ വീട് ഇതാണ്, നാട് ഇതാണ്, സ്വഭാവം ഇങ്ങനെയാണ്, ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം പറഞ്ഞു തന്നിട്ട് ഒരു ക്യാരക്ടർ സ്കെച്ച് ഉൾപ്പെടെ ഇപ്പൊ അഡിയോസ് അമിഗോ ചെയ്യുന്ന സമയത്ത് ആദ്യം കൊണ്ട് കാണിച്ചത് ആ ക്യാരക്ടർ സ്കെച്ച് ആയിരുന്നു തന്നെ. അപ്പൊ അതിൽ തന്നെ നമുക്ക് ആ ക്യാരക്ടറും അയാളുടെ സ്വഭാവവും എല്ലാം കിട്ടി. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് കുറെ കൂടെ ബിലീവബിൾ ആണ്. ഞാൻ എന്നെ എപ്പോഴും സുന്ദരനായിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ അല്ല ഞാൻ. അപ്പൊ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു ലുക്കിലേക്ക് എത്തുക എന്നുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. എന്റെ ഈ പ്രൊഫഷന്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ്. എനിക്കൊരു ലുക്ക് സ്ഥിരമായിട്ട് ഇപ്പൊ നമ്മൾ പല സമയത്തും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഈ പാസ്പോർട്ട് എടുത്ത് നോക്കിയിട്ട് എമിഗ്രേഷൻ ഓഫീസർ ഇങ്ങനെ ഇത് നിങ്ങൾ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്കത്. അത് എത്ര അല്ലേ നമുക്കറിയാവുന്ന താടിക്കാരായ സുഹൃത്തുക്കളുണ്ട്, ക്ലീൻ ഷേവ് ഉണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്ത് എന്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ കുറെ നാള് താടി ഉണ്ടാവും, കുറെ നാള് കുറ്റിത്താടിയായിരിക്കും. അപ്പൊ ആ സിനിമയുടെ ഒരു മൂഡും സ്വഭാവവും അത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളും ആണത്. തീർച്ചയായിട്ടും നമ്മള് അഡിയോസ് അമിഗോ ചെയ്യുന്ന സമയത്ത് എന്റെ പകുതി പണി എന്റെ ഗെറ്റപ്പിൽ തന്നെ തീർന്നിട്ടുണ്ട്. അഗൈൻ ലെവൽ ക്രോസിലേക്ക് വരുമ്പോ രഘു എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. അപ്പൊ ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇപ്പൊ സ്ലീവാച്ചൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, എന്റെ ഫുഡ് കഴിക്കുന്നു. അതുപോലെ തന്നെ എന്റെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ നോർമലി പ്രിഫർ ചെയ്യുന്ന ഒരു വേഷവും എനിക്ക് ഇടാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ എപ്പോഴും ടീഷർട്ടും ഷോർട്സിലും നടക്കുന്ന ആളാണ്. എനിക്കത് ഇടാൻ പറ്റുന്നില്ല. കാര്യം സ്ലീവാച്ചന്റെ ലുക്കിൽ ഞാൻ നിക്കറും ടീഷർട്ടും ഇട്ട് വരുമ്പോ എനിക്ക് തന്നെ കാണുമ്പോൾ കോമഡി ഫീൽ ചെയ്യുമായിരുന്നു. അപ്പൊ അത് അങ്ങനെ അല്ല, ലൈഫിൽ എത്ര പേർക്ക് കിട്ടും അങ്ങനെ ഒരു ചാൻസ്, സീരിയസ്ലി. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് എല്ലാ സിനിമയിലും അത് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്ന ചില ഭയങ്കര പെർട്ടിക്കുലർ ആയിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്ന ആളുകളുണ്ട്. ഈ അഡിയോസ് അമിഗോയുടെ ഷൂട്ടിന്റെ ടൈമിലാന്ന് തോന്നുന്നു, ഇലക്ഷന്റെ ടൈമാന്ന് തോന്നുന്നത്. അപ്പൊ ഇലക്ഷന്റെ ടൈമിൽ ഞാനത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇലക്ഷന്റെ ടൈമിൽ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്നു. അപ്പൊ അതിന് താഴെ കമന്റ്, എടാ ഈ ആസിഫ് അലിക്കൊക്കെ മുടിയൊക്കെ പോയി തുടങ്ങി കേട്ടോ, ഫുള്ള് മറ്റേ സൈഡൊക്കെ ശ്രദ്ധിക്കണം ആസിഫ് അലി, യു ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് യുവർ ഹെൽത്ത്, മുടിയൊക്കെ കയറിയിട്ടുണ്ട്. അത് ഷേവ് ചെയ്ത് കളയാൻ ഭയങ്കര ആവേശം, പക്ഷെ തിരിച്ചു വന്നില്ല. പക്ഷെ ആക്ച്വലി അഡിയോസ് അമിഗോന്റെ കാര്യം ഞാൻ ഇക്കാന്റെ അടുത്ത്, ഞാൻ അതിലൊരു ഡബ് ചെയ്തിട്ടുണ്ട് സുരാജേട്ടന്റെ സിസ്റ്റർ ആയിട്ട്. അപ്പൊ ഞാൻ ഡബിങ് കഴിഞ്ഞിട്ട് ഇക്കാക്ക് മെസ്സേജ് അയച്ചു, ഇക്ക എനിക്ക് ആദ്യം ഭയങ്കര ദേഷ്യമായിരുന്നു ഇക്കാനെ പോകാൻ വെച്ചിട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് അതിന്റെ കുറച്ച് സീൻസ് നാസ്ക് എനിക്ക് കാണിച്ചു തന്നപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ലൈക് പെർഫെക്റ്റ് ഫിറ്റ് ആണ് ആ ക്യാരക്ടറിന് എന്നുള്ളത് ഞാൻ എന്നിട്ട് അന്ന് തന്നെ പറയുകയും ചെയ്തു. ഓക്കെ, ഇപ്പൊ എനിക്ക് പരാതി. ആ പേരും ആ ഗെറ്റപ്പും അയാളുടെ ഡ്രസ്സിങ്ങും എല്ലാം വന്നപ്പോ അതിനൊരു ഐഡന്റിറ്റി ഉണ്ടായി. പ്രിൻസ് അങ്ങനെയാണെന്ന് ആൾക്കാർക്ക് തോന്നി. ഈ അപർണ, നിങ്ങൾ കുറെ മൂവീസ് ചെയ്തിട്ടുണ്ട്, ഈവൻ അപർണയുടെ ഫാമിലി ആയിട്ടൊക്കെ അറിയാം. അപ്പം എനിക്ക് തോന്നുന്നു സെറ്റില് അപർണയുടെ അമ്മ ഫുഡൊക്കെ ആയിട്ട് വരാറുണ്ട്. അത് ഇവള് വേണമെന്നൊന്നും ഇല്ല. ഞാൻ പ്രിപ്പയർ ഷൂട്ട് ചെയ്യണ എന്റെ അമ്മ എപ്പോഴും വിളിക്കുമ്പോ, അതായത് ആ വീട്ടില് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയ ആദ്യത്തെ കോൾ എനിക്കാണ് വരുന്നത്. അപ്പൊ ഞാൻ പറയും, പ്ലീസ് ഞാൻ ഡയറ്റിലാണ്, എന്തിനാ ഡയറ്റ് ചെയ്യണത് എന്നോട്. അമ്മക്ക് ദേഷ്യം. ഇപ്പൊ അമ്മ ഇപ്പൊ വെറുതെ ഇരിക്കുമ്പോ പറയും, ഓ ഇപ്പോഴത്തെ എന്തൊരു ജാടയാ എല്ലാവർക്കും, ഒരു ഇത്തിരി ഫുഡ് കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ ആർക്കും തിന്നാൻ പറ്റും. അമ്മക്കത് ഭയങ്കര പ്രശ്നമാണ്. അതില് മെയിൻ ആയിട്ട് അമ്മ ഉദ്ദേശിക്കുന്നത് നിക്കാനെ എന്നെ, ഞാനും ഇപ്പം ഒരു ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അധികം കഴിഞ്ഞ്, അല്ലാണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ച് നിക്കാതെ എന്താ എല്ലാവർക്കും ഇത്ര ജാട ഫുഡ് കഴിക്കാൻ. അടിപൊളി. ഈ ലൊക്കേഷനിലും വന്നിരുന്നു. മാമ്പഴപ്പുളിശ്ശേരി ആദ്യം വന്നു, പിന്നെ ആന്റി വന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അപ്പൊ ഞാനുണ്ടെന്ന് പറയുമ്പോ എന്തെങ്കിലും ഒരു പൊതി കയ്യിൽ കൊണ്ടുവരും. എന്നിട്ട് എനിക്ക് ഇങ്ങനെ അത് ബേക്കറി സ്വീറ്റ്സ് ആയിരിക്കും, ചിലപ്പോ വീട്ടിലെ ഭക്ഷണമായിരിക്കും. അന്ന് ഞാൻ ഈ പറഞ്ഞ ബിരിയാണി അങ്ങനെയൊന്നും അല്ല, എനിക്ക് വീട്ടിലെ ഭക്ഷണം ഇഷ്ടമാണ്. അപ്പൊ അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിയൽ ഉണ്ടാക്കുന്ന ദിവസം, മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്ന ദിവസം എല്ലാം ഇങ്ങനെ മാങ്ങാച്ചാറ്. ഒരു സ്പെഷ്യാലിറ്റി വേറെ. അപ്പൊ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് നമ്മള് ഇത്രയും അടുക്കാൻ തന്നെ കാരണം ഭക്ഷണമാണ്. അതും ഞാൻ ഇവളുടെ അച്ഛനും അമ്മയും ആയിട്ടാണ് ഇവളെക്കാൾ ക്ലോസ് ആയിട്ടുള്ളത്. അതെ, നല്ല കുത്തരി ചോറില് കുഴകുഴാന്ന് മാമ്പഴ പുളിശ്ശേരി. അങ്ങനെയല്ല, നല്ല പൊറോട്ടയില് അടിച്ച പൊറോട്ടയിലേക്ക് ചൂട് ബീഫ് കുഴച്ചു തിന്നുന്നതിനെ പറ്റി പറഞ്ഞു. ഉച്ചക്ക് കഴിച്ചാ കേട്ടോ, വെറുതെ കൊതിപ്പിക്കില്ലെന്നല്ലേ. അതുപോലെ ധനുഷിന്റെ മൂവിയിൽ നോക്കുമ്പോ എനിക്ക് ആ ഒരു മൂവിയില് ഏറ്റവും കുറച്ച് വഴക്ക് കേട്ടിട്ടുള്ളത് അപർണയ്ക്ക് അദ്ദേഹം കേട്ടിട്ടുണ്ട്, ശരിയാണോ?
വൈ അതെന്തായിരിക്കും? പറയുന്നത് ശരിയാണോന്ന് അറിയില്ല. അല്ലല്ല, പറഞ്ഞു, കുഴപ്പമില്ല. തെറ്റിക്കേണ്ട ചെയ്തോണ്ട്. ബാക്കി എല്ലാരും ചീത്ത പറഞ്ഞിട്ട് ധനുഷ് ഇനി വലിയ ഇതിനും കൂടെ സമയം കളയാൻ. എന്നാ പറയാന്നൊക്കെ. അല്ലാതെ പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഫസ്റ്റ് ഡേ ഷൂട്ടിന്. ഞാൻ ഇവിടുത്തെ നമ്മുടെ കിഷ്കിണ്ടാകാണ്ടത്തിന്റെ ലൊക്കേഷൻ നിന്നാണ് അവിടേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണം ആവുന്നില്ല, കുറെ സമയം എടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് വെയിറ്റ് ചെയ്യുന്നതോറും ടെൻഷൻ. എന്തെങ്കിലും ഒന്ന് അഭിനയിച്ചിരുന്നെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് നമുക്കൊരു പേസ് കിട്ടുമല്ലോ. അപ്പൊ ആദ്യത്തെ ദിവസം ഞാൻ എന്നിട്ട് ലൊക്കേഷനിൽ തന്നെ പോയി ഇരിക്കുക, പുള്ളിയുടെ കൂടെ എങ്ങനെയാണ് പുള്ളി ഷൂട്ട് ചെയ്യുന്ന രീതിയും കാര്യങ്ങളും എന്തൊക്കെയാ പെർട്ടിക്കുലർ ആയിട്ട് നോക്കുന്നതെന്നുള്ള. അപ്പം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഒരാളുടെ ഇങ്ങനെ ടേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുക, ഒരു 10-15 ടേക്ക് ആയി ഒരാളുടെ പോകുന്നു. അപ്പൊ ഞാനിങ്ങനെ ഈശ്വര എന്താവുന്ന എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. പക്ഷെ കീ എന്താന്ന് വെച്ചാൽ പുള്ളി നോർത്ത് ചെന്നൈ എന്ന് പറഞ്ഞ ഇറ്റ്സ് എ സോൺ. പുള്ളി അത് അഭിനയിച്ച് കാണിക്കും, അതങ്ങ് ചെയ്യാ. ഇത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അത് കിട്ടിയപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാനും പറ്റി. ഭാഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റിയ മേഖല എന്ന് പറഞ്ഞ ക്യാരക്ടർ വൃത്തിക്ക് ചെയ്യാൻ പറ്റി. അത് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കേൾക്കുമ്പോഴും ഭയങ്കര സന്തോഷമുണ്ട്. പുള്ളിനെ പോലത്തെ ഒരു ആക്ടർ ഇങ്ങനെ പറയുമ്പോഴും ഭയങ്കര സന്തോഷം. വെൽ ഡൺ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സുഖം മലയാളത്തിൽ നിന്നാ പോയെ. പിന്നല്ല, ആരുടെ അടുത്താ പോയേ? അതിന്റെയാണ്. അതെ, അത് കൊള്ളാം. മുല്ലപ്പൂമ്പടി ഏറ്റി കിടക്കും. ഈ അഡിയോസ് അമിഗോ ഇല്ലേ, അതിൽ ചില ഡയലോഗ്സ് അല്ലെങ്കിൽ പറയുന്നതൊക്കെ ഇപ്പൊ പ്രിൻസ് പറയുന്ന, ഇപ്പം വിനീത് തട്ടുള്ള കൂടെ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അത് ആക്ച്വലി 2 രീതിയിൽ എടുക്കാം. അത് വിയേർഡായിട്ടും അത് തോന്നാം, തമാശയായിട്ടും തോന്നാം. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സീനും ഉണ്ടല്ലോ, അത് ആക്ച്വലി എങ്ങനെയായിരുന്നു, ഹൗ അതിന്റെ അങ്ങനെ തന്നെയായിരുന്നു കൺസീവ് ചെയ്തേ? കാര്യം ആ വിനീത് തട്ടിൽ വരുന്ന സമയം ആവുമ്പോഴത്തേക്കും പ്രിൻസ് മറ്റേ ഈ അണയുന്നതിന് മുന്നേ ആള് കത്തുന്ന അറിയില്ല, ആ സ്റ്റേജിലാണ് പ്രിൻസ് നിൽക്കുന്നത്. പ്രിൻസ് ഔട്ട് ആവുന്നതിന് തൊട്ട് മുമ്പുള്ള. അപ്പൊ ആ പോയിന്റ് നമ്മൾ കാണാറുള്ളതാണല്ലോ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ പറയുന്ന നമുക്ക് ഇപ്പൊ ഏത് ലഹരിയാണെങ്കിലും ഒരു പരിധി കൂടുതലായി കഴിയുമ്പോൾ നമുക്ക് ലോജിക്ക് നഷ്ടപ്പെടും. ആളുകളോട് സംസാരിക്കുന്ന രീതി മാറും, നമ്മുടെ സ്വഭാവം മാറും. അപ്പൊ ആ സ്വഭാവം, ആ മാറ്റങ്ങളെല്ലാം പ്രിൻസിലേക്ക് കുറെ വരുന്നുണ്ട്. തട്ടിലിന്റെ മേത്തേക്ക് കയറുന്നതും നിപ്പിളിൽ പിടിച്ച് തിരിക്കുന്നതും അങ്ങനെയുള്ള കുഞ്ഞി കുസൃതികളിൽ തുടങ്ങി സംസാരം വിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതെല്ലാം സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. തങ്കത്തിന്റെ കൂടെ ചെയ്യുമ്പോൾ ഉള്ളൊരു വലിയ രസം അതാണ്. തങ്കം എഴുതുന്ന സീൻസ് അത് അധികവും കണ്ടിട്ടുള്ള നടന്നിട്ടുള്ള ഒറിജിനൽ സീൻസ് ആണ്. അപ്പൊ അത് നമ്മുടേതായ കുറെ ആ പിരി എന്റെ ആയിരുന്നു. പിരി ആസി അപർണ ലൊക്കേഷനിൽ പാട്ടൊക്കെ പാടുമല്ലേ? പിന്നെ അടിപൊളി, ഗംഭീര സിംഗർ ആണല്ലേ? മോശമില്ല, അവളെ കൂടെ പാടിക്കാനല്ലേ. ഇപ്പൊ ഞാൻ എന്തായാലും പാടിക്കാൻ പറയില്ല. സൺഡേ ഹോളിഡേ ഒക്കെ ചെയ്യുന്ന സമയത്ത് എത്രയോ പാട്ടുകള് ലൊക്കേഷനിൽ ഇരുന്ന് വെറുതെ അമ്മ അറിയാലോ, അമ്മ പിന്നെ സാധ്യ പാട്ടുകാരിയാണ്, ഇവൻ അച്ഛനും. നമ്മള് ഇതുപോലെ എത്രയോ ജിസ് അത്യാവശ്യം ഗംഭീരമായിട്ട് പാടും. അപ്പൊ അങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഈ ജിസേട്ടന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യം, എനിക്കൊന്ന് ജിസേട്ടന്റെ സ്ക്രിപ്റ്റിലൊക്കെ ആസിഫ് ഇരുന്നിട്ടുണ്ടല്ലോ. സ്ക്രിപ്റ്റിംഗ് ഇല്ല, സ്ക്രിപ്റ്റിന്റെ എന്തെങ്കിലും സ്ക്രിപ്റ്റ് ഇങ്ങനെ തോട്ട്സ് സ്ക്രിപ്റ്റിലൊന്നും ഫൈനലല്ല, എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും സജഷൻസും കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരു ഡിറക്ഷൻ ആക്ച്വലി മൈൻഡിലുണ്ടല്ലോ, ഡിറക്ഷൻ എന്നുള്ളൊരു. ഇപ്പം ഓൺ സ്ക്രിപ്റ്റിലായിരിക്കുമോ ഡിറക്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. അതെ, അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇല്ല, എനിക്ക് അങ്ങനെ സംവിധാനം ചെയ്യാനുള്ള ഒരു കഴിവ് പോലും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഞാനും സിനിമയെ കൂടുതൽ അടുത്തറിയണം എന്നുള്ളത് കൊണ്ടാണ് സംവിധാനം എന്നുള്ളൊരു ആഗ്രഹം. അതെന്തെങ്കിലും ചെയ്യണം. അത് ഒരു ആക്ടറിനുള്ള എൻ്റെ ഒരു കുറെ കൂടെ ഒരു ആഡ് ഓൺ ആയിരിക്കും ആ ഒരു അപ്രോച്ച്. അപ്പൊ അത് മാത്രമാണ് എൻ്റെ ഉള്ളിലുള്ളത്. അല്ലാണ്ട് ഇത് എന്ന് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു ഒന്നും എൻ്റെ മനസ്സിലില്ല. ഒന്നും പഠിക്കില്ല. ഇപ്പം ഉള്ള ടൈമിൽ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ പോകാന്നുള്ളത് അല്ലേ? അടിപൊളി. എനിക്കൊന്നു SJ സൂര്യ ആന്ന് തോന്നുന്നു പറഞ്ഞത്. ഒരാൾ നമ്മളെ പറ്റി ഗുഡ് കമന്റ് പറയുമ്പോൾ വി ഫീൽ ഗുഡ്, അത് റൈറ്റ് ആണെങ്കിൽ, ശരിയാണെങ്കിൽ. അപ്പൊ അങ്ങനെ SJ സൂര്യ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അപർണ എനിക്കൊന്നു ധനുഷിന്റെ ആ മൂവിയിൽ പറഞ്ഞു കൊടുത്തത് അതേ എനർജിയിൽ ഫടാഫടായിട്ട് പക്കയായിട്ട് ചെയ്തു എന്നുള്ളൊരു സംഭവം പുള്ളി തന്നെ പറഞ്ഞതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ആ ടൈമിൽ ഫിസിക് ആണെങ്കിലും വാസ് ഡിഫറെന്റ്, നോട്ട് ലൈക്ക് ദിസ്. സ്റ്റിൽ ആ ഒരു എനർജിയിൽ ചെയ്തത് ഹി വാസ് അബ്സല്യൂട്ട്ലി ആ ടൈമിൽ സ്റ്റണ്ടായി പോയി. പല ആൾക്കാർക്കും ചിലപ്പോൾ തോന്നാം അങ്ങനെ പറ്റുമോ, പക്ഷെ ആ ഒരു അപ്ലോസ് തന്നു. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? ആ ടൈമിൽ പറഞ്ഞിരുന്നോ?
ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഞാൻ ഒന്നാമത്തേന് ആ ഒരു സിനിമയും ആ പാട്ടും ഒക്കെ ഹിറ്റായതില്. ഈ പറഞ്ഞ മാതിരി ഇപ്പൊ എന്റെ ഫിസിക്ക് ഡിഫറെന്റ് ആയിരുന്നു. അത് പലരും പല രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പേഴ്സണലി ഭയങ്കര സന്തോഷമുണ്ട്. ആ പാട്ട് ഇപ്പൊ വർക്ക് ആയാലും അതിന്റെ മെയിൻ ഫാക്ടർ തന്നെ ഈ ഒരു കാര്യമാണ് എല്ലാവരും പറയുന്നത്. മറ്റേ ചബ്ബിയായിരിക്കുന്നതിന്റെ അതിന്റെ കുറെ പേർക്ക് കിട്ടുന്ന കോൺഫിഡൻസ്, അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്റെ മനസ്സിൽ എപ്പോഴും ഞാൻ നേരത്തെ പറയായിരുന്നു, എനിക്ക് ഐ വാസ് ഓൾവേസ് ഹാപ്പി. എനിക്കിപ്പോ ഹാപ്പിനെസ്സിന് ഒരു കുറവും അതിലെന്റെ ഫിസിക്ക് എനിക്ക് ബാധിക്കുന്ന ഒരു കാര്യമല്ല, ആർക്കും അതല്ല. അപ്പോൾ ദാറ്റ് ഹാസ് ഓൾവേസ് ബിൻ ദെയർ. അപ്പം ആ പാട്ട് പക്ഷെ ഇപ്പൊ വീണ്ടും എല്ലാവരും ഭയങ്കര ഹിറ്റ് ആയപ്പോ ഇറ്റ് ഈസ് ഗിവിംഗ് എ ഡിഫറെന്റ് പെർസ്പെക്ടീവ് ടു എ ലോട്ട് ഓഫ് പീപ്പിൾ. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ഐ വാസ് വെരി കംഫർട്ടബിൾ ആൻഡ് ഹാപ്പി ഓൺ ദാറ്റ് സെറ്റ് ഓൾസോ. അപ്പം അതെല്ലാം ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. നമ്മൾ ആ ഒരു സീൻ ചെയ്യുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും ഡാൻസ് ആണെങ്കിലും എല്ലാം ഭയങ്കര. ആൻഡ് ഡയറക്ടറിന്റെ ഇൻവോൾവ്മെന്റ് വേണം. പുള്ളി ഡാൻസ് ചെയ്തിട്ട് പുള്ളിയും ബാബാ ഭാസ്കർ സാറും കൂടെ ഡാൻസ് ചെയ്ത് കാണിക്കുമ്പോൾ അത് നമുക്കത് മാച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ്. രണ്ടും ഭയങ്കര നല്ല ഡാൻസേഴ്സ് ആണ്. പക്ഷെ നമ്മൾ നമ്മുടെ മാക്സിമം ട്രൈ ചെയ്യും. ആ സമയത്ത് നമുക്ക് പറ്റിയത് എങ്ങനെയെങ്കിലും നല്ല കിടലായിട്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അത് ആ ആറ്റിറ്റ്യൂഡിലാണ് എപ്പോഴും ഇരിക്കുന്നുണ്ടായിരുന്നത്. ആ സെറ്റിലാണെങ്കിലും ഏത് സിനിമയിലാണെങ്കിലും ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ ഇതിൽ ഡാൻസ് ഒക്കെ വരുമ്പോൾ ഏറ്റവും വലിയ ചാലഞ്ച് ഇതാണ്. ഇവർ രണ്ടുപേരും ഡാൻസ് കളിച്ച് കാണിക്കുമ്പോൾ നമുക്കത് എങ്ങനെ അതിന്റെ എവിടെങ്കിലും ഒരു അയൽവക്കത്ത് എത്തണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം മൈൻഡിലല്ലേ റോസ് കളി. പക്ഷെ അത് ഗംഭീരമായിട്ട് നടന്നല്ലോ. പിന്നെ അത് മാത്രമേ ആൾക്കാരുടെ ആ ഒരു തോട്ട് പ്രൊസീജിയറും തോട്ട് പ്രോസസ്സും അത് മാറി കിട്ടിയല്ലോ ആ ഒരു സംഭവം അല്ലേ. ഇനി ഹസി, നെക്സ്റ്റ് വെയിറ്റിംഗ് ഈ ടിക്കി ടാക്കി എന്ന് പറയുന്ന മൂവി. ആൻഡ് അതിൽ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം ഓഫ് കോഴ്സ് രോഹിത്. എനിക്കൊന്ന് ആസിഫിനെ തന്നെ അല്ലെ ആസിഫിനെ തന്നെ പല ലെയറിൽ ഫീച്ചർ ചെയ്യാൻ പറ്റിയ ഒരു ഡയറക്ടറാണ് അല്ലേ, പല കൈൻഡ് ഓഫ് ഇതിൽ ജോണേഴ്സിലും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. ആൻഡ് പ്ലസ് ഇൻ ബിറ്റ്വീൻ ആക്സിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊരു കിക്കിലായിരുന്നു അല്ലേ, ഒരു ജമ്പ് അല്ലെ ഒരു കിക്ക് സംതിങ് ആയിരുന്നു. അതും കാലിന് തന്നെ എഗെയിൻ. ആൻഡ് രണ്ടാമത്തെ പ്രാവശ്യം അല്ലേ. ഓക്കെ, അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ടിക്കറ്റൊക്കെ ഇപ്പത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു കംപ്ലീറ്റ് റിക്കവറിക്ക് ശേഷം ഷൂട്ട് തുടങ്ങാം എന്നുള്ളതായിരുന്നു. അപ്പൊ എനിക്കൊരു 8 months to 1 year ആണ് എന്റെ കംപ്ലീറ്റ് റിക്കവറി പറഞ്ഞത്. എനിക്കിപ്പോഴും സ്റ്റെപ്സ് കയറുമ്പോൾ ഫിസിയോ നടക്കുന്നുണ്ട്. സ്റ്റെപ്സ് കയറാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാനിപ്പം വർക്കൗട്ടില് തുടങ്ങിയപ്പോ ഓൾമോസ്റ്റ് ഒരു 60% ഡൺ ആണ്. ഇനി ബാക്കിയുള്ള ഒരു 40% കൂടെ വേണം. അപ്പൊ അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാര്യം ആ സിനിമ ഞാൻ അധികം ചെയ്തിട്ടില്ലാത്തൊരു ഫോർമാറ്റിലുള്ള ഒരു സിനിമയാണ്. അപ്പൊ ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ തന്നെ ചെയ്യണം. ആ ടീമും അതിനിടുന്ന എഫേർട്ടും ആ സിനിമയുടെ വലിപ്പവും ഒക്കെ അത്രയും ഉണ്ട്. അപ്പൊ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. എനിക്ക് തോന്നുന്നു ആ ആക്സിഡന്റ് ഹാപ്പൻ ചെയ്യുന്ന ഒരു 2 weeks ബാക്ക് എങ്ങാണ്ടാണ് എന്ന് തോന്നുന്നു. ആസി കുറേ കണ്ടിന്യൂസ് ആയിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്ത് ഒരു ഷെഡഡ് ബോഡി ഇമേജ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ ആസിഫെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ പറയുന്ന ഒരു കാര്യം, നല്ല ഫുഡ് നന്നായിട്ട് ചിലപ്പം ആ ട്രാൻസ്ഫോർമേഷൻ. ഇതിന്റെ ഷൂട്ടിന്റെ സമയത്ത് ഐ വാസ് റിയലി സർപ്രൈസ്ഡ് എന്നല്ല. ഞാന് 9:30 നമ്മളെ ഷൂട്ട് കഴിയുക. എന്നിട്ട് ഇക്ക ഒരു 10 മണിയാവുമ്പോ ജിമ്മിൽ പോകും. അമ്മാതിരി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ടിക്കറ്റൊക്കെ നമ്മള് കിഷ്കിന്ധ കഴിഞ്ഞ് ഒരു 3 months ടിക്കറ്റൊക്കെ തുടങ്ങാനിരുന്നത്. അപ്പൊ ഞാൻ ഏറ്റവും ഒരു ലാസ്റ്റ് ഒരു 7 months ഞാൻ വർക്ക്ഔട്ട് ചെയ്തിരിക്കുവായിരുന്നു. 6 pack ആക്കി നിൽക്കുന്ന സമയത്താണ് എനിക്ക് ആക്സിഡന്റ് ആയത്. പിന്നെ അതിനുശേഷം പിന്നെ അതിനുശേഷം എനിക്ക് അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 3.5-4 മാസത്തോളം ബെഡ് റെസ്റ്റ് ആയിരുന്നു. വീൽ ചെയറിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് പിന്നെ ഡയറ്റ് നോക്കാൻ പറ്റില്ല. അപ്പൊ അത് മൊത്തം കളഞ്ഞു. പിന്നെ അതിനുശേഷം അഡ്യൂസ് അമീഗോ ചെയ്യുന്ന സമയത്ത് എനിക്ക് വീണ്ടും കുറച്ചധികം വയറ് വേണം, കവിള് വേണം, കുറച്ച് ഗെയിൻ ചെയ്യാൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ അധികം ഞാൻ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബൈ October end അതിലേക്ക് എത്തണം. അഗെയിൻ ബാക്ക് ടു. ഓക്കെ, അതും ഞങ്ങൾ ബാഡ്ലി വെയിറ്റിംഗ് ആണ്. അപ്പം ആക്ച്വലി ഡയറ്റും വർക്ക്ഔട്ടും ഉണ്ടോ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരുന്നു? അത് ആസിയും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ അങ്ങോട്ടും? പറ്റി മാത്രമേ എനിക്ക് സങ്കടം തോന്നി ഇക്കാരുടെ ഡയറ്റിനെ പറ്റി. എനിക്ക് ഏറ്റവും നല്ല ഫുഡ് കുറെ സ്ഥലത്ത് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ആണല്ലേ. ഡയറ്റിനെ പറ്റി ഒന്നും സംസാരിക്കാറില്ല. അതുകൊണ്ട് പിന്നെ ആ കാര്യം നിങ്ങൾ ചോദിക്കുന്നില്ലെന്നല്ലേ. ഈ ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറും മേ ബി ധനുഷ് ഈ മൂവിയില്ലേ അതിന്റെ ഡയറക്ടറും തമ്മിൽ ഒരു സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ
മാക്സിമം, അതായത് ആർട്ടിസ്റ്റിൻ്റെ മാക്സിമം കിട്ടാൻ വേണ്ടി എത്ര ടേക്ക് വേണേലും പോകുന്ന ഒരു വ്യക്തിയും തീർച്ചയായിട്ടും പറയാമല്ലോ, റൈറ്റ്? അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ധനുഷ് ഈ മൂവിയിൽ നോക്കുമ്പോൾ അങ്ങനെ മാക്സിമം എടുത്തൊരു സീൻ ഉണ്ടെങ്കിൽ ഏതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ? അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ടേക്കുകൾ പോയിട്ടില്ല ഒന്നിനും സീൻസിലൊന്നും. എന്താ പറയാ, കുറെയൊക്കെ പിന്നെ മഴ അങ്ങനെയൊക്കെ ഒരുമിച്ച് വരുമ്പോ ഉള്ള കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഡയലോഗ് ചിലപ്പോൾ തെറ്റിപ്പോവാം, പക്ഷെ അതും ഭയങ്കരമായിട്ട് നമ്മൾ ആ സമയത്ത് ഏകദേശം ഒരു എവിടെയെങ്കിലും ഒക്കെ ഒരു ചായ ഉണ്ടെങ്കിൽ പിന്നെ അതങ്ങനെ പറഞ്ഞു പോവാ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഈ സ്പീഡിലും ഭയങ്കര ഷൗട്ട് ചെയ്തിട്ടൊക്കെ പറയുമ്പോൾ എനിക്ക് എക്സാക്ട് ആ ഡയലോഗ് കിട്ടില്ല. പിന്നെ ഡബിങ്ങിൽ എന്തായാലും ചെയ്യാന്നുള്ളതുകൊണ്ട് അപ്പോ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സീൻസ് ഒന്നും പോയിട്ടില്ല. നമ്മൾ കുറച്ച് ടൈം എടുത്ത് ഷൂട്ട് ചെയ്തത് ആ സോങ് തന്നെയാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സീൻ എന്ന് പറയുന്നത് അതില് കാളിദാസ് ആയിട്ടുള്ള ഒരു കുഞ്ഞൊരു കോൺവെർസേഷൻ ഉണ്ട്, ഞാൻ ചേട്ടനെ പറ്റി ചോദിക്കുന്നതൊക്കെ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് കുറെ സീൻ അങ്ങനെ ടേക്കുകളൊന്നും അങ്ങനെ പോയിട്ടില്ല. ഓക്കെ, ബാക്ക് ടു കിഷ്കിന്ധാകാണ്ഡം എന്ന് പറയുന്ന മൂവിയിൽ ഇപ്പോൾ പല ആൾക്കാർക്കും ഇപ്പം ചിലർ ട്രെയിലർ കാണുന്നു, ടീസർ കാണുന്നു, ഫസ്റ്റ് ലുക്ക് കാണുന്നു, ഡയറക്ട്ലി അതാണല്ലോ തിയേറ്ററിലേക്ക് വരിക ഫസ്റ്റ് ഡേ വരുന്നവരാണെങ്കിൽ. അത് കഴിഞ്ഞൊരു 1 വീക്ക് കഴിഞ്ഞാണെങ്കിൽ ആൾക്കാർ റിവ്യൂ പറയുന്നു, അത് കാണുന്നു, പല റിവ്യൂസ് ഉണ്ടാവാം, അത് റൈറ്റ് ആവണമെന്നില്ല. അപ്പം ഇതിപ്പോൾ ആൾക്കാർ നോക്കുകയാണെങ്കിൽ വൈ ഷുഡ് ഐ വാച്ച് ദിസ്, എൻ്റർടൈൻമെൻ്റ് ആണ് എല്ലാം, എങ്കിലും ഇത് ആൾക്കാർ ലൈഫിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു മൂവി ആയിരിക്കുമോ? കാരണം ഈ പേര് വെച്ച് നോക്കുമ്പോൾ ചിലപ്പം പല തിങ്കിങ് ആയിരിക്കും. അങ്ങനെ നോക്കുവാണെങ്കിൽ എന്തായിരിക്കും ആസി? ഒരു ഫാമിലി ഡ്രാമയാണ്. നമുക്ക് വീട്ടിലെല്ലാവരുമായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല ഫാമിലി വാല്യൂസ് ഉള്ള ഒരു സിനിമയാണ്. ഒരു സമയം കഴിയുമ്പോൾ ഇതിനൊരു ത്രില്ലർ സ്വഭാവം വരുന്നുണ്ട്. ഒരു പുതിയൊരു മിക്സ് ആണ്. പിന്നെ നല്ല സിനിമയാണ്, നമ്മളെല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധിക്കാൻ പറ്റില്ല, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഓണം റിലീസാണ്. ഓണ സമയത്ത് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഹോപ്പ്ഫുള്ളി അങ്ങനെ ആവട്ടെ. ഫൈനലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്തായാലും കണ്ണൂർ വാരിയേഴ്സ് ആൻഡ് സൂപ്പർ ലീഗ് ഇപ്പം മൂവിയായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ, ഇപ്പോൾ കായിക ഇതും സ്പോർട്ട് നോക്കുമ്പോൾ എത്രത്തോളം ലൈക്ക് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇതിലേക്കായി എന്ന് തോന്നുന്നുണ്ടോ? എസ്പെഷ്യലി ഫുട്ബോൾ. ഇപ്പം ഒരു ടൈമിൽ നോക്കുമ്പോൾ ക്രിക്കറ്റ് പരിപാടിയായിരുന്നു, ഇപ്പോൾ കുറച്ചും കൂടെ ഒരു ഫുട്ബോൾ പരിപാടിയും നമ്മുടെ ഫുട്ബോൾ. ഞാനും ഒക്കെ ചെറുപ്പം മുതലേ ക്രിക്കറ്റ് ഒരാളാണ്. ഫുട്ബോൾ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഫാൻ ഫോളോയിങ് ഉണ്ടായില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് കൊണ്ട് ഞാൻ അതിന്റെ ഭാഗമായി. പിന്നെ നമ്മുടെ ഒരു ഫുട്ബോൾ കൾച്ചർ എവിടേക്കോ കുറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ ഏറ്റവും ഇതിന്റെ ഐഡിയ തന്നെ നമ്മൾ ഇത്രയും വലിയൊരു രാജ്യമായിട്ട്, ഇത്രയും ജനകോടികളുള്ള ഒരു രാജ്യമായിട്ട് നമുക്കൊരു നല്ല ഫുട്ബോൾ ടീമിലേക്ക് എത്താൻ പറ്റിയില്ല. ഒരു ഫുട്ബോൾ ഒരു പ്രൊഫഷനായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. നമ്മളെക്കാൾ എത്രയോ ചെറിയ രാജ്യങ്ങളാണ് ഇപ്പോഴും വേൾഡ് കപ്പ് അടിക്കുന്നതും നല്ല പ്ലേയേഴ്സിനെ ഉണ്ടാക്കുന്നതും. അപ്പൊ ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ഐഡിയയിലാണ് ശരിക്കും ഈ ലീഗ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഒരു ഭാഗമായി ഇതിനൊരു ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാനൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എല്ലാവരും ഈ ഐഡിയയിൽ തന്നെയാണ്. കാര്യം ഇത് നമുക്ക് ഒരു ഓരോ സ്ഥലം ഇപ്പം കണ്ണൂർ ആയിട്ടോ കൊച്ചി ആയിട്ടോ അങ്ങനെയൊന്നും അല്ല. ഈ ഒരു കൾച്ചർ ഇവിടെ സ്ട്രോങ് ആക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതെല്ലാവരും ഇതിന്റെ ഭാഗമാവുന്നത്. അല്ലാതെ നമ്മളൊരു സെപ്പറേറ്റ് ടെറിട്ടറി ഉണ്ടാക്കി ഇതിന് യുദ്ധ സമാനമായി കാണണമെന്നൊന്നുമല്ല. നമുക്കൊരു സ്ട്രോങ് ഫുട്ബോൾ കൾച്ചർ ഉണ്ടാക്കി എടുക്കണം. ഇത് ഇനി കുട്ടികൾക്ക് ഇത് ഡോക്ടറും എഞ്ചിനീയറും ആകും എന്ന് പറയുന്നത് പോലെ ഞാനൊരു ഫുട്ബോളർ ആകും എന്ന് പറയുന്നല്ലേ. നമുക്കറിയാവുന്ന എത്രയോ ഡോക്ടേഴ്സിനെ എഞ്ചിനീയേഴ്സിനെക്കാളും ഒക്കെ മുകളിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ട്. നമുക്ക് അതിനുള്ള സ്റ്റാൻസും അതിനുള്ള സ്കോപ്പും ഉള്ള ഒരു സ്ഥലമാണ്. ബംഗാളിനും ഗോവയെ പറ്റി നമ്മൾ പറയുന്നതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ ഹിസ്റ്ററി, അത് അല്ലെങ്കിൽ അത്രയും തന്നെയുള്ള ഹിസ്റ്ററി ഉണ്ട് കേരളത്തിനും. അപ്പൊ അത് തീർച്ചയായിട്ടും അത് തിരിച്ചറിയണം, അതൊരു പ്രൊഫഷനായി മാറണം എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ എൻകറേജ് ചെയ്യുകയും ചെയ്യും. ക്രിക്കറ്റിന്റെ കാര്യം എനിക്കറിയാം. ആസിഫിന്റെ ബാക്കിൽ ഡിക്കിൽ എപ്പോഴും കാണും ഒരു MRFന്റെ ബാറ്റും 2 ടെന്നീസ് ബോളും. പോലെ നമ്മളെല്ലാം ക്രിക്കറ്റാണ് കളിച്ചു തുടങ്ങിയത്. ഫുട്ബോൾ കളി പരിക്കുകൾ കൂടുതലായിരുന്നുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഒരു ചെറിയ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അതെ, പ്രത്യേകിച്ച് അവിടെയൊക്കെ ആകുമ്പോൾ. ഓക്കെ, സോ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. കിഷ്കിന്ധാകാണ്ഡം ഈ വരുന്ന സെപ്റ്റംബർ 12 തിയേറ്ററിൽ റിലീസ് ആവുകയാണ്. ആൻഡ് കം വാച്ച് ദ മൂവി. തിയേറ്റേഴ്സ് ഞങ്ങളുണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.